അവരെ ആരുമില്ലാത്തവരൊന്ന് പറഞ്ഞു കൊടുത്തു തന്നെ വളർത്തി പഠിപ്പിച്ച് വലിയ നിലയിലെത്തിച്ച് അനാഥർക്കും അവരുടേതായ നിലനിൽപ്പും വ്യക്തിത്വവും ഉണ്ടെന്ന് അവരെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തണം. എന്റെ ഗൗതമിന്റെ എല്ലാ സ്വപ്നങ്ങളും നടക്കും. എന്നും ഒരു നിഴല് പോലെ ഞാൻ കൂടെ ഉണ്ടാവും. ആഹാ, എന്തിനാ ഇപ്പൊ ഡ്രസ് അയൺ ചെയ്യുന്നത്? വെളുക്കുന്നവരെ രാമായണം വായിച്ചിട്ട് സീതയുടെ ഭർത്താവ് രാവണനാണെന്നും ചോദിക്കില്ല നിധി. രാവിലെ സാജന്റെ ഓഫീസിൽ പോയി എഗ്രിമെന്റ് സൈൻ ചെയ്യണ്ടേ? അതൊക്കെ എനിക്കും അറിയാം. അതിന് ഈ ഷർട്ട് അയൺ ചെയ്യുന്ന എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. പിന്നെന്താ, ഇത് നല്ല ഷർട്ടല്ലേ? ഇത് നല്ല ഷർട്ട് അല്ല. ദേ വീണ്ടും ചുളുക്കി. ഗൗതമിന് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോവാൻ ഞാനൊരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോ എടുത്തുതരാം. ഇതിട്ടുകൊണ്ട് വേണം ബിസിനസ് ലോകത്തേക്കുള്ള ഗൗതമിന്റെ ആദ്യ കാൽവെപ്പിനുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ. എന്തിനാ നിധി ഇതൊക്കെ? ഇത് വേണം. എന്റെ ഗൗതമിന് ഒരിടത്തും ഒരു കുറവും വരരുത്. അതെന്റെ വാശിയാണ്. നിനക്ക് എപ്പോഴും എന്നെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതെ സാറേ, രാവിലെ സെന്റിമെന്റ്സ് അടിച്ച് നിൽക്കാതെ വേഗം ഡ്രസ്സ് മാറി റെഡിയായി. ഞാൻ പോയി വിളക്ക് കത്തിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം.